നമസ്കാരം. കനേഡിയൻ ഫോക്കസ് പ്രതിവാര വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആശാ നായർ. പ്രധാന വാർത്തകൾ. വിസയുടെ പേരിൽ വിശ്വാസവഞ്ചന. കാനഡയിലെ വാൻകൂവറിൽ 100ഓളം മലയാളി നഴ്സുമാർ ദുരിതത്തിൽ. ഇന്ത്യ കാനഡ ആണവ കരാർ ജൂണിൽ ഒപ്പുവെക്കാൻ സാധ്യത. നോർത്ത് അമേരിക്കയിൽ ഇന്ത്യൻ കറി പൗഡറുകൾക്കും സുഗന്ധദ്രവ്യങ്ങൾക്കുമെതിരെ ഡോക്ടർമാർ. 2012ഓടെ സ്കൂളുകളിൽ നിന്നും ഉൽപ്പന്നങ്ങൾ പിൻവലിക്കാൻ പെപ്സി കമ്പനിയുടെ ആലോചന. കനേഡിയൻ തൊഴിൽ വിപണി മാന്ദ്യത്തിൽ നിന്നും കരകയറുന്നതായി സൂചന. വാർത്തകൾ വിശദമായി. കാനഡയിലെ യാഥാർത്ഥ്യങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് ലക്ഷക്കണക്കിന് രൂപ ഏജന്റിന് പ്രതിഫലം നൽകി വാൻകൂവറിലെത്തിയ 100ഓളം മലയാളി നഴ്സുമാർ കടുത്ത നിരാശയിലും ദുരിതത്തിലും കഴിയുന്നതായി റിപ്പോർട്ട്. ആൺകുട്ടികളും പെൺകുട്ടികളും ഉൾപ്പെടുന്ന ഈ സംഘം കേരളത്തിൽ എറണാകുളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മലയാളി ഏജന്റ് മുഖാന്തിരമാണ് 2 മാസങ്ങൾക്ക് മുമ്പ് പഠനത്തോടൊപ്പം ജോലിയും ഉയർന്ന വേതനവും പ്രതീക്ഷിച്ച് കാനഡയിലെത്തിയത്. ഇന്ത്യയിൽ നിന്നും നഴ്സിംഗിൽ ബിരുദവും പ്രവൃത്തി പരിചയവുമുള്ള ഇവരെ കാനഡയിലെ രജിസ്റ്റേർഡ് നഴ്സ് പരീക്ഷ എഴുതുവാൻ പ്രാപ്തരാക്കുന്ന വിധം പഠനവും ഇന്റേൺഷിപ്പും ജോലിയും വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഈ ഏജന്റ് ഓരോ ആളിൽ നിന്നും 6 മുതൽ 10 ലക്ഷം രൂപ വരെ വസൂലാക്കിയത്. എറണാകുളത്ത് ജോസ് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിന് കേരളത്തിൽ കോട്ടയത്തും കൊല്ലത്തും തിരുവനന്തപുരത്തും മറ്റുമായി വേറെയും ശാഖകളുണ്ട്. കാനഡയിലെ പഠനകാലത്ത് പുറത്തുപോയി മറ്റ് ജോലികൾ ചെയ്യാനുള്ള അവസരവും പഠനത്തോടനുബന്ധിച്ചുള്ള ഇന്റേൺഷിപ്പ് കാലയളവിൽ പ്രതിമാസം 4 ലക്ഷത്തോളം രൂപ വരെ ശമ്പളവും പരീക്ഷ പാസ്സായാലുടനെ സ്ഥിരം ജോലിയും സ്ഥിരം താമസ വിസയുമാണ് ഇവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നത്. കാനഡയിലെ വിസ തൊഴിൽ നിയമങ്ങളെക്കുറിച്ച് വേണ്ടത്ര അറിവ് നേടാതെ വാഗ്ദാനങ്ങളിൽ കണ്ണുമടച്ച് വിശ്വസിച്ച 100ഓളം മലയാളികളാണ് ലക്ഷക്കണക്കിന് രൂപ ഈ ഏജന്റിന് കൈമാറിയത്. 1 വർഷത്തേക്കുള്ള സ്റ്റുഡന്റ് വിസയിലാണ് ഇവർ ഇപ്പോൾ കാനഡയിൽ കഴിയുന്നത്. നിലവിലുള്ള നിയമമനുസരിച്ച് ഇവർക്ക് പുറം ജോലികൾ ചെയ്യുവാൻ സാധിക്കില്ല. വാഗ്ദാനം ചെയ്യപ്പെട്ട ഇന്റേൺഷിപ്പും പ്രായോഗികമായി സാധ്യമല്ല. നിത്യച്ചെലവിന് പോലും ബുദ്ധിമുട്ടുന്ന ഇവരെ ആശ്വസിപ്പിക്കുവാനും താമസ ഭക്ഷണ സൗകര്യങ്ങൾ നൽകുവാനും സുമനസ്സുകളായ ചില മലയാളി കുടുംബങ്ങൾ രംഗത്ത് വന്നത് മാത്രമാണ് ഇവർക്ക് കുറച്ചെങ്കിലും ആശ്വാസം നൽകിയിരിക്കുന്നത്. ഈ സംഘത്തെ ചതിയിൽപ്പെടുത്തിയതുപോലെ അടുത്ത സംഘത്തെയും കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഈ ഏജന്റ് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഈ വാർത്തയറിഞ്ഞ് ഇനിയുള്ളവരെങ്കിലും വഞ്ചിതരാകാതെ പിന്മാറുമെന്നാണ് പ്രതീക്ഷയെന്ന് വിദ്യാർത്ഥികളിൽ ചിലർ കനേഡിയൻ ഫോക്കസിനോട് പറഞ്ഞു. ലോകത്തെ ഏറ്റവും വലിയ യുറേനിയം ഉൽപ്പാദക രാഷ്ട്രമായ കാനഡയുമായി ഇന്ത്യ സൈനികേതര ആണവ കരാറിൽ ജൂൺ മാസം ഒപ്പുവച്ചേക്കും. G20 ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ജൂണിൽ കാനഡയിലെത്തുമ്പോൾ ഇതുണ്ടാകുമെന്നാണ് സൂചന. കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ 34 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യക്ക് കാനഡയിൽ നിന്നും ആണവ ഇന്ധനം ലഭിക്കും. ആണവ സാങ്കേതിക വിദ്യയും ഉപകരണങ്ങളും യുറേനിയവും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുവാനും കയറ്റുമതി ചെയ്യാനും കനേഡിയൻ കമ്പനികളെ അനുവദിക്കുന്നതാണ് ഈ കരാർ. ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ വളർച്ചയിൽ ആണവ കരാർ നാഴികക്കല്ലായിരിക്കുമെന്ന് ഡോക്ടർ മൻമോഹൻ സിംഗ് അഭിപ്രായപ്പെട്ടു. പൊഖ്രാനിലെ ആദ്യ ആണവ പരീക്ഷണത്തെ തുടർന്ന് 1974 കാനഡ ഇന്ത്യയുമായുള്ള ആണവ വ്യാപാരം നിരോധിച്ചത്. ഇന്ത്യയിൽ നിന്നുള്ള സുഗന്ധദ്രവ്യങ്ങളിലും കറിപ്പൊടികളിലും അനുവദനീയമായതിനേക്കാൾ കൂടുതൽ അളവിൽ കാണപ്പെടുന്ന കറുത്തീയത്തിന്റെ അംശം കുട്ടികളുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന് നോർത്ത് അമേരിക്കയിലെ ഒരു സംഘം ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നു. 6 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് വിഷബാധ കൂടുതലായി കാണപ്പെടുന്നത്. ഭക്ഷ്യ ഉപയോഗത്തിനായുള്ളവയ്ക്ക് പുറമെ മതപരവും സാംസ്കാരികവുമായ ചടങ്ങുകൾക്ക് ഉപയോഗിക്കുന്ന പലയിനം പൊടികളും പഠനത്തിന് വിധേയമാക്കിയിരുന്നു. നിരന്തരമായ ഉപയോഗത്തിലൂടെ കുട്ടികളിൽ സ്വഭാവ വ്യതിയാനവും മാനസിക വൈകല്യങ്ങൾക്കും ഇത് ഇടയാക്കുമെന്നാണ് പഠനം വെളിപ്പെടുത്തുന്നത്. ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യപ്പെടുന്ന പൊടികളിൽ US-ലെയോ കാനഡയിലെയോ നിർമ്മിക്കുന്നവയിൽ കാണപ്പെടുന്നതിൻ്റെ ഇരട്ടിയിലധികം കറുത്തീയം കണ്ടുവരുന്നതായി അമേരിക്കൻ ലാബുകളിൽ നടന്ന പരീക്ഷണങ്ങളിൽ കണ്ടെത്തിയിരുന്നു.
ഇളം പ്രായത്തിലെ പൊണ്ണത്തടി കുറയ്ക്കുവാൻ അമേരിക്കൻ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിശ്രമങ്ങൾ വിജയം കണ്ടുവരുന്നതിന്റെ പിന്നോടിയായി കലോറി കൂടുതലായ മധുരപാനീയങ്ങൾ പിൻവലിക്കുവാൻ പെപ്സി കമ്പനി തീരുമാനിച്ചു. 2012ഓടുകൂടി ലോകവ്യാപകമായി 200ഓളം രാജ്യങ്ങളിലെ സ്കൂളുകളിൽ നിന്നാണ് പെപ്സി പിന്തിരിയുന്നത്. പെപ്സി, കൊക്കക്കോള പോലുള്ള പാനീയങ്ങൾ ചെറിയ കുട്ടികളിൽ പ്രത്യേകിച്ചും പൊണ്ണത്തടിയും പ്രമേഹവും ഹൃദ്രോഗവും മറ്റ് അസുഖങ്ങളും വരുത്തുന്നതിനാൽ വേൾഡ് ഹാർട്ട് ഫൗണ്ടേഷൻ കഴിഞ്ഞ 1 വർഷമായി ഇത്തരം പാനീയങ്ങൾക്കെതിരെ സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ പരിഷ്കാരത്തിന്റെ പേരിൽ വൻ പ്രചരണമാണ് ഈ പാനീയങ്ങൾ നടത്തുന്നതെന്ന് സംഘടന നിരീക്ഷിച്ചു. കോള പാനീയങ്ങൾക്ക് പകരം പാൽ, ജ്യൂസ്, വെള്ളം തുടങ്ങിയ പാനീയങ്ങളായിരിക്കും ഇനി മിക്ക സ്കൂളുകളിലും ലഭ്യമാകുക. മാന്ദ്യം കൈവെടിഞ്ഞ് തൊഴിൽ വിപണി തിരിച്ചുവരുന്നതിന്റെ സൂചനയെന്നോണം കഴിഞ്ഞ മാസം കാനഡയിൽ 60,000 ഫുൾ ടൈം ജോലികൾ പുതുതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. കൂടുതലും പൊതുരംഗത്താണ് ഒഴിവുകൾ നികത്തപ്പെടുന്നത്. പാർട്ട് ടൈം ജോലികൾ ഫുൾ ടൈമായി ഉയർത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇത് രാജ്യത്തെ സാമ്പത്തിക രംഗത്തിന് കൈവന്ന പുതിയ ഉണർവായി കണക്കാക്കപ്പെടുന്നു. കഴിഞ്ഞ ജൂലൈ മുതൽ ആകെ മൊത്തം 1,59,000 പുതിയ ജോലികൾ രാജ്യത്ത് ലഭ്യമായിട്ടുണ്ട്. അതേസമയം അമേരിക്ക ഇപ്പോഴും തൊഴിലുകൾ വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട്. 2009 ഏപ്രിൽ മാസത്തിനു ശേഷം കാനഡയിൽ ഏറ്റവും കുറഞ്ഞ തൊഴിലില്ലായ്മ നിരക്കായ 8.2 കഴിഞ്ഞ മാസം ഫെബ്രുവരിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിസയുടെ പേരിൽ വിശ്വാസവഞ്ചന. കാനഡയിലെ വാൻകൂവറിൽ 100ഓളം മലയാളി നഴ്സുമാർ ദുരിതത്തിൽ. ഇന്ത്യ കാനഡ ആണവ കരാർ ജൂണിൽ ഒപ്പുവയ്ക്കാൻ സാധ്യത. വടക്കേ അമേരിക്കൻ പ്രദേശങ്ങളിൽ ഇന്ത്യൻ കരപ്പൊടികൾക്കും സുഗന്ധദ്രവ്യങ്ങൾക്കുമെതിരെ പഠന റിപ്പോർട്ടിൽ പരാമർശം. 2012ഓടെ സ്കൂളുകളിൽ നിന്നും മധുരപാനീയങ്ങൾ പിൻവലിക്കാൻ പെപ്സി തീരുമാനിച്ചു. കനേഡിയൻ തൊഴിൽ വിപണി മാന്ദ്യം വിട്ട് ഉണരുന്നതായി സൂചന. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. കൈരളി ടി വിയുടെ കനേഡിയൻ ഫോക്കസ് പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു വിശിഷ്ടാതിഥി നമ്മുടെ ഒപ്പം സ്റ്റുഡിയോയിലുണ്ട്. സ്വാമി സിദ്ധാനന്ദജി, ചിന്മയ മിഷൻ വെസ്റ്റിലെ പബ്ലിക്കേഷൻ ഡിവിഷൻ്റെ ചുമതല വഹിക്കുന്ന സ്വാമി സിദ്ധാനന്ദജി ചിന്മയ മിഷനിൽ വളരെയധികം കാലമായിട്ട് ജോലി ചെയ്യുന്ന, അവിടെ പ്രവർത്തിക്കുന്ന ഒരു സ്വാമിജിയാണ്, ഒരു സന്യാസിവര്യനാണ്. നോർത്ത് അമേരിക്കയിലും ഇന്ത്യയിലും ലോകത്തിൻ്റെ പല ഭാഗത്തും സഞ്ചരിച്ച് ഭക്തജനങ്ങൾക്കും ഡിസൈപ്പിൾസിനും വേണ്ട ഉപദേശങ്ങൾ നൽകുന്ന സ്വാമിജി ബഹുമുഖ പ്രതിഭ കൂടിയാണ്. ഒരു നല്ല ഗായകനും നല്ലൊരു പ്രഭാഷകനുമായ സ്വാമിജിയെ സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. സ്വാമിജി നമസ്കാരം. നമസ്കാരം. സ്വാമിജി ചിന്മയ മിഷനിലെ ഉള്ള ഒരു സന്യാസിവര്യനാണല്ലോ. അപ്പോൾ സ്വാമി ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജിയുമായിട്ട് ഉള്ള അങ്ങയുടെ സ്വാമിജി ചിന്മയാനന്ദ സ്വാമിജിയുടെ ശിഷ്യനായിട്ടല്ലേ ഇതിൽ വന്നത്? എങ്ങനെയാണ് ആ ഒരു സന്ദർഭം ലഭിച്ചത്? 1972 സ്വാമിജിയെ കാണുന്നതും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ ചേരുന്നതും. ബോംബെയിലെ സാന്ദീപനി സാധനാലയ എന്നാണ് ആശ്രമത്തിൻ്റെ പേര്. അവിടെ ചേർന്ന് അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ 3 വർഷക്കാലം അവിടെ ചെലവഴിച്ച് വേദാന്തം അഭ്യസിച്ചു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ പ്രകാരം പല ചിന്മയ മിഷൻ സെൻ്ററുകളിൽ, പ്രത്യേകിച്ച് ചെന്നൈയിൽ, പിന്നെ കേരളത്തിൽ, അതിനുശേഷം ഇവിടെ അമേരിക്കയിലും അമേരിക്കയുടെ പല ഭാഗങ്ങളിലും ഇങ്ങനെ പ്രവർത്തിച്ചു വരികയാണ്. പലരും എന്നോട് ഇങ്ങനെ ഇതേപ്പറ്റി ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ചിന്മയ മിഷനിൽ ഇങ്ങനെ ചേർന്നതെന്ന്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി പല കാലമായിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എൻ്റെ അമ്മയുടെ തറവാട് ഇവിടെ കായംകുളത്താണ്. കായംകുളത്ത് അമ്മയുടെ ഒരു വലിയ ഒരു അമ്മാവനായിട്ട് വരും കുമ്മമ്പള്ളി രാമൻപിള്ളി ആശാൻ. അദ്ദേഹം വളരെ സംസ്കൃത പണ്ഡിതനായിരുന്നു. അത് ശരി. അദ്ദേഹമാണ് ശ്രീനാരായണ ഗുരുദേവനെ സംസ്കൃതം പഠിപ്പിച്ചത്. അത് ശരി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു
ഒരു ആധ്യാത്മിക പാരമ്പര്യത്തോടുകൂടി വന്നതായിട്ട് എനിക്ക് തീർച്ചയായിട്ടും അത് അനുഭവമുണ്ട്. അതുകൊണ്ടായിരിക്കണം ഞാൻ ഈ ചിന്മയ മിഷനിൽ ചേർന്നതും ഈ വേദാന്തത്തിൽ പഠിക്കാൻ സാധിച്ചതും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഗുരുദേവനെ ആദ്യമായിട്ട് കാണുന്നത് ഒരു പ്രഭാഷണ പരമ്പരയിൽ ഇങ്ങനെ കാണുകയാണോ ചെയ്തത്, അതെയോ ഗുരുദേവനെ നേരിട്ട് പോയി കണ്ട് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ടെന്ന് അങ്ങനെ അവതരിപ്പിക്കുക, എന്താണ് ചെയ്തത്? ഗുരുദേവനെ പറ്റി ഞാൻ വളരെ പഠിച്ചിട്ടുണ്ട്, അദ്ദേഹത്തെ പറ്റി കേട്ടിട്ടുണ്ട്. അതിനുശേഷം നേരെ പോയി ആശ്രമത്തിൽ ചേരുകയാണ് ഉണ്ടായത്. അത് ശരി. സ്വാമിജി ഈ വേദാന്തം പഠിപ്പിക്കുന്നതിൻ്റെ കൂടെ തന്നെ സ്വാമിജി അറിയപ്പെടുന്ന ഒരു ഭജൻ ഗായകനും പല പല CD-കളൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ നമ്മുടെ വേദാന്ത അല്ലെങ്കിൽ ആധ്യാത്മിക സാധനയിൽ ഈ ജപം, ഭജൻ, അതിൻ്റെയൊക്കെ പ്രാധാന്യം എന്താണ്? ഇപ്പോൾ സ്വാമിജി അത് നേരിട്ട് പഠിപ്പിക്കുന്ന ആളായതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം വന്നത്. അല്ല, അത് ഭക്തിമാർഗം, നമ്മൾ ജ്ഞാനമാർഗമാണ് ചിന്മയ മിഷനിൽ ധാരാളം കൂടുതലും. എന്നാലും ഭക്തി ഇല്ലാണ്ട് ജ്ഞാനം തന്നെ സാധിക്കില്ല. അപ്പോൾ ഭക്തിയിൽ ഒരു പ്രഭാഷണം കൊടുത്താൽ കൂടെ ആ ഒരു വേദാന്തം ഒരു പ്രസംഗിക്കുന്നതിന് മുമ്പ് ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഭജൻ പാടുന്നത് നന്നായിരിക്കും. ഒരു ഭക്തി സാന്ദ്രം അവിടെ കൊണ്ടുവരണം. ഈ ഭജൻ ഈ പാട്ടുകളുടെ പാട്ടിന് പൂർവാശ്രമത്തിൽ അങ്ങനെ ഒരു ട്രെയിനിങ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നുണ്ടോ? എൻ്റെ ചെറുപ്പകാലത്ത് കുറച്ച് ശാസ്ത്രീയ സംഗീതം കുറച്ച് അഭ്യസിച്ചിട്ടുണ്ട്. അത് ശരി. അതിൻ്റെ ഗുണമാണ് പാട്ടിലേക്ക് എനിക്ക് വളരെ ഇൻട്രസ്റ്റ്. അത് പാട്ടെന്ന് പറയുമ്പോൾ സ്വാമിജി സ്വന്തമായിട്ട് രചിച്ച് സംഗീതം കൊടുത്തിട്ട് അങ്ങനെയുള്ള ഭജൻസ് ആണല്ലോ മിക്കവാറും ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഭജൻസിൽ ഒരു 2 വരി ഇപ്പോൾ പാടാൻ പറഞ്ഞാൽ ഏതായിരിക്കും മനസ്സിൽ ഓർമ്മയിലെത്തുക? എനിക്ക് ഏറ്റവും ഒരു 4-5 CD ആൽബം ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം ചെന്നൈയിൽ പോയിട്ടാണ് ചെയ്യുന്നത്. അത് ശരി. അത് ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ പാട്ടുകൾ കമ്പോസ് ചെയ്തിട്ട് അതിൻ്റെ മ്യൂസിക്കും എല്ലാം കൊടുത്തിട്ട് ചെയ്യുന്നു. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ശിവം ശിവകരം ശാന്തം. അതിൽ ഒരു 2 വരി ഒന്ന് പാടി കേൾപ്പിക്കാമോ? ശിവം ശിവകരം ശാന്തം, ശിവം ശിവകരം ശാന്തം, ശിവം ശിവകരം ശാന്തം, ശിവം ശിവകരം ശാന്തം. Good evening, everybody. My name is Fiba Shibu. I'm from Brampton, and my hobbies are singing, dancing, reading, and playing flute. Thank you.
Good evening, everyone. My name is Stephanie Sebastian. I'm from Brampton, and my hobbies are drawing, dancing, and spending quality time with family and friends. And I hope you enjoy the show. Thank you. Hello everyone, namaskar. My name is Nikita Nair. I'm from Mississauga. My hobbies are sports, cooking, and reading. Thank you. Good evening, respected judges and the audience. My name is Filsi Arangatu. I'm from Mississauga, and I enjoy singing, painting, and dancing. Thank you. Good evening. My name is Christina Lengical and I'm from Mississauga. In my spare time, I enjoy watching movies, going for long drives, and making sweet, sweet music. Thank you. Hi, I'm Christy Joy. I'm from Brampton and I like reading, writing, and listening to music. Thank you. Hey everyone, my name is Raina James. I'm from North York, Ontario, and I love dancing, writing poetry, and going fishing.
Good evening. My name is Tasha Omen, and I live in Scarborough. I enjoy volunteering, and I enjoy interacting with different types of people. I currently volunteer at Centenary Hospital. In addition, I also enjoy singing and playing badminton. Thank you. Good evening and welcome. My name is Akina Mukin. I'm from Brampton, Ontario, and I enjoy dancing, baking, and working with young children. Thank you. Wonderful evening. My name is Melissa Eakin and I'm from Brampton. My hobbies include art, music, and film. Thank you. Good evening, everyone. My name is Nisha Thomas. I'm from Markham, Ontario, and my hobbies are reading, dancing, swimming, and volunteering. Thank you. Hello everyone, my name is Priyanka Nair. I'm from Malta, Mississauga, and some of my hobbies are drawing, painting, reading, and dancing, of course. Thank you.
spare time, I enjoy dancing, singing, and shopping. I'm happy to be here, and thanks once again. ബഹുമാന്യ സദസ്സിന് എൻ്റെ നമസ്കാരം. Thank you, and a very good evening to the respected judges and my dear audience. It has been said that women are the cornerstones of our societies, and I thank you and welcome you warmly for joining us here to celebrate the talent, beauty, and intellect of 20 beautiful young women. My name is Minu Jose, and I come from Scarborough, Ontario. Being a firm believer in leading by example, I volunteer with organizations that deal with the empowerment of women, such as the Women in Science and Engineering. This, combined with my passion for dancing, singing, and public speaking, I hope to inspire young women and become a role model for years to come. Thank you very much, and I look forward to seeing you in the rounds to come.